بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, മൈമൻ അക്കാഡമി നടപ്പാട്ടരങ്ങത്തെ റമദാൻ ഖുർആന്റെ സ്പെഷ്യൽ ക്ലാസ്സിലായിട്ടിരുന്നങ്ങ ഒരുമിച്ച് കൂടിരെ. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. മാലും മക്കവും ദുനിയാവുടെ ജീവിതത്തെ സീനത്ത് ചന്ത മാത്രമായിട്ടിക്കറ്, ചന്തയിട്ടിക്കറ്. ചന്ത ചൊന്നെങ്കിൽ സീനത്ത് ചൊന്നെങ്കിൽ സാധാരണ അത്യാവശ്യമില്ലാത്ത കാര്യമായിട്ടിക്കറ് ചന്ത ചൊല്ലത്. ഇന്നെങ്കിൽ നല്ല അത്യാവശ്യമൊന്നുമില്ല മനുഷ്യന്റെ ലറൂരിയാത്തിൽ പെട്ടതല്ലാത്ത കാര്യമായിട്ടിക്കറ് സീനത്തുങ്ങ. അപ്പൊ അല്ലാഹു തആല ചൊല്ലെ ഈ മക്കത്തെ മുശ്രിക്കീങ്ങാവട്ടെ അല്ലെങ്കിൽ ലോകത്തുള്ള കാഫിരീങ്ങ ഹെമ്മപ്പെടുറങ്ങനത്തെ മുഅ്മിനീങ്ങളെ വിരുദ്ധമായിട്ട് അങ്ങ ഹെമ്മപ്പെടുറങ്ങനത്തെ അല്ലെങ്കിൽ അഭിമാനപ്പെടുറങ്ങനത്തെ സന്താനങ്ങ സ്വത്തുങ്ങ ഇതെല്ലാം ഈ ലോക്കൽ ലൈഫുടെ അൽ ഹയാത്തി ദുന്യ ഇന്നലെ ചൊന്ന അത് അർത്ഥമേ ലോക്കൽ ലൈഫ് ഉണ്ടാണ്, സ്റ്റാൻഡേർഡ് ലൈഫ് അല്ലത്. ഒരു ലോക്കൽ ലൈഫ് താണതായ ജീവിതത്തെ ചന്ത മാത്രമായിട്ടിക്കത്. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു, സ്വാലിഹായിട്ടുള്ള നല്ലതായിട്ടുള്ള എന്ന് എപ്പോഴും ബാക്കിയാവുടെ കാര്യങ്ങൾ ഖൈറുൻ ഇൻദ റബ്ബിക തവാബൻ, നിന്റെ റബ്ബുടെ മുട്ട കൂലി കിട്ടുന്ന വിഷയത്തിൽ നല്ലതായിട്ടിക്കറത്. വ ഖൈറുൻ അമല, പ്രതീക്ഷിക്കം പോലത്തെ കാര്യങ്ങളെ കൂട്ടത്തില് നല്ല കാര്യമായിട്ടിക്കറ് എപ്പോഴും ബാക്കിയാവുടങ്ങനത്തെ സത്കർമ്മങ്ങ. മാലും ബനൂൻ, മക്കവും മാലെല്ലാം മനുഷ്യക്ക് അങ്ങനെ അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്നിട്ടാണ് അല്ലാഹു തആല ചൊല്ലെ. മനുഷ്യ വേണമെങ്കിൽ മാലില്ലാണ്ട് സ്വത്തും ഒന്നുമില്ലാണ്ട് ജീവിക്കുക മനുഷ്യ ആവിടും. അങ്ങനെ ജീവിക്കുന്ന എത്ര ആൾമാർ നിങ്ങൾ കാണുക. അതുപോലെ സന്താനങ്ങൾ ഇല്ലാണ്ടിക്കരെ ചൊല്ലത് അല്ലാഹു തആല ചില ആൾമാർക്ക് സന്താനങ്ങൾ കൊടുക്കാണ്ടിക്കുന്നത് ചൊല്ലത്. അതൊരു അങ്ങനെ നോക്കുമ്പോ അതൊരു ശിക്ഷ എന്തുമല്ല. അല്ലാഹു തആല അതും ഒരു നിഅമത്താണ്. ആ സന്താനങ്ങൾ കൊടുക്കാണ്ടിക്കലും അങ്ങൊരു നിഅമത്തായിട്ടിക്കല്. കാരണം സന്താനങ്ങൾ ഇന്നിട്ട് മക്കങ്ങ ഇന്നിട്ട് ആ മക്കങ്ങ കേടാവുന്നതിനെക്കാണ് നല്ലത് മക്കങ്ങ ഇല്ലാണ്ടിക്കടല്ലേ നല്ലേ. മക്കങ്ങ ബെടക്കായി പോയിട്ട് അലക്ക അങ്ങനെ ಬಗ್ಗೆ ടെൻഷൻ ആവുന്നതിനെ കാണ നല്ലത് ഇല്ലാണ്ടിക്കലാണ്. അപ്പോൾ ഇല്ലാണ്ടിക്കടത് ചൊല്ലതും ചിലപ്പോൾ അള്ളാഹുടെ ഭാഗത്തുനിന്ന് നിഅമത്തായിട്ടിക്കല്. ഏതായാലും അതെല്ലാം മനുഷ്യകു അഭിമാനപ്പെടുകു. നക്കിതുണ്ടു, നക്കിത്ര മക്കുല്ലാറിട്ട, അല്ലെങ്കിൽ നക്കിത്രല്ല സ്വത്ത് സമ്പത്തുണ്ടു എന്ന രൂപത്തില് ഇതേ സൂറത്തുൽ കഹ്ഫില് ഇതിന് മുന്നത്തെ സ്റ്റോറിയിൽ ചെന്നതുപോലെ കാഫിറായിട്ടുള്ള സഹോദര മുഅ്മിനായിട്ടുള്ള സഹോദര മുട്ട അന അക്സറു മിൻക മാലം വ അഅസ്സു നഫറ, സന്താനത്തെ വിഷയത്തിലും മാലിന്റെ വിഷയത്തിലും നിന്റെ കാണ ഇസ്സത്തുള്ളവനായിട്ടിക്കര എന്നവണു അഭിമാനപ്പെട്ടതുപോലെ അഭിമാനപ്പെടും പോലത്തെ ഒരു സംഗതി അല്ലാണ്ടാണ് അല്ലാഹു തആല ഈ ആയത്തിൽ പഠിപ്പാട്ട്. പിന്നെ അഭിമാനപ്പെടുകു മനുഷ്യകു ಹೆಮ್ಮೆಪಡಗು അല്ലെങ്കിൽ ಅವನು ആഗ്രഹിക്കണായ കാര്യങ്ങൾ എന്തിരെ അവನು ഗുരി ബൈക്കണായ കാര്യങ്ങൾ അല്ലെങ്കിൽ അവന്റെ ലൈഫിലു അവನು നിരന്തരമായിട്ട് ചിന്തിക്കണായ കാര്യം അൽ ബാക്കിയാത്തു സ്വാലിഹാത്താണ്. എന്നെന്നും ബാക്കിയാവുടെ സത്കർമ്മങ്ങൾ എന്തിനുണ്ടു നക്കെന്തെല്ലാം ആക്കുകയോടു ಅದರ ಬಗ್ಗೆയാണ് ಅವನು ಚಿಂತನಾಕಣಾയത്. അൽ ബാക്കിയാത്തു സ്വാലിഹാത്തു നിങ് അഅ്മാലുൽ ഖൈറാത്തി അല്ലത്തി തബ്ഖാ ലഹു സമറത്തുഹാ അബദൽ അബദി, ഫലങ്ങ എപ്പോഴും ബാക്കിയാവുടങ്ങനത്തെ ശാശ്വതമായ രൂപത്തിൽ ഫല ബാക്കിയാവുടങ്ങനത്തെ പ്രവർത്തനങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിലാക്കണങ്ങനത്തെ പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ചില പ്രവർത്തനങ്ങൾ അതിന്റെ ഫല അപ്പമേ തീർന്നു പോണ്ടു. ಅದಕ್ಕೆ പിന്നെ ഒരു ഫലം ഇല്ല. ഉദാഹരണക്ക് മനുഷ്യ പസിയാവുമ്പോ തിന്നറ, ആ തിന്നറതിന്റെ ഫലം എന്തേ അവന്റെ പസി ഇല്ലാണ്ട് അവിടെ ചൊല്ലതാണ്.
അപ്പൊ പസിയില്ലാണ്ട് അവിടെ അല്ലെങ്കിൽ നാവുക്ക് ടേസ്റ്റ് കിട്ടേ എന്ന രൂപത്തിൽ മനുഷ്യ തിന്നെങ്കിൽ അതിരെ ഒരു റിസൾട്ട് ചൊല്ലത് ഒരു ചെറിയ നേരത്ത് കാണാതെ റിസൾട്ട് ഇല്ലേ ആ നാവുടെ ഒരു ആ ജാഗത്തിലൊരു അതിരെ ഒരു ടേസ്റ്റ് കിട്ടിയിട്ട് പിന്നെ അവന്റെ പസി തീരെ ചൊല്ല ആ ഒരു ചെറിയ ഫലം മാത്രം അതുക്കില്ലേ അങ്ങനത്തെ ചെറിയ ചെറിയ ഫലങ്ങ ഉള്ളങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഗുരിബൈക്കണായത് വലിയ എന്നും ബാക്കിയാവുടെ രൂപത്തിൽ ശാശ്വതമായ രൂപത്തിൽ ബാക്കിയാവുടെ രൂപത്തിലുള്ളേ ഫല ബാക്കിയാവുടെ രൂപത്തിലുള്ള കാര്യങ്ങളാണ് പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ആക്കണായത് അതാണ് മനുഷ്യ ആഗ്രഹിക്കണായത് എന്നിട്ടാണ് അള്ളാഹു താല ചൊല്ലെ ബാക്കിയാത്തു സ്വാലിഹാത്ത് എന്താണ് ചൊല്ലതിന്റെ ಬಗ್ಗೆ മുഫസ്സിരീങ്ങൾ പല രൂപത്തിൽ വ്യാഖ്യാനാക്കിയിടാറ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇക്രിമ മുജാഹിദ് റളിയല്ലാഹു അൻഹും ഇങ്ങനെ വ്യാഖ്യാന പ്രಕಾರ ബാക്കിയാത്തു സ്വാലിഹാത്ത് നിങ്ങത് ഹിയ ഖൗലു സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ഖൗലൈറ്റിക്കർ എന്ന ദിക്റുകളായിട്ടിക്കർ ബാക്കിയാത്തു സ്വാലിഹാത്ത് എന്നിട്ട് ഒരു വ്യാഖ്യാനമുണ്ട് അതുപോലെ പിന്നെ ഒരു വ്യാഖ്യാന പ്രകാരം അസ്സലവാത്തുൽ ഖംസ് 5 വക്ത് നിസ്കാരങ്ങളായിട്ടിക്കർ ബാക്കിയാത്തു സ്വാലിഹാത്ത് ഇങ്ങനെ പല രൂപത്തിൽ വ്യാഖ്യാനം ആക്കിയിട്ടുണ്ടെങ്കും അതിലെല്ലാം കൂട്ട രൂപത്തിൽ ഒരു പലക്കത്തിലായിട്ട് അത് ചൊല്ല എന്തിനായിട്ട് ഞങ്ങൾ ഇപ്പൊ ചൊന്നതുപോലെ ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു ചൊന്നതുപോലെ ഫലങ്ങ എന്നെന്നും ബാക്കിയാവുടെ രൂപത്തിലുള്ള സത്കർമ്മങ്ങൾ അത് 5 വക്ത് നിസ്കാരങ്ങാവട്ടെ ഈ ചൊന്ന പോലത്തെ ദിക്റുങ്ങാവട്ടെ ഈ ചൊന്ന ദിക്റുങ്ങ ഈ 4 ദിക്റുങ്ങ അത് പ്രധാനപ്പെട്ട ദിക്റുങ്ങായിട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടതായിട്ട് കാണേണ്ട അഫ്ളലുൽ കലാമി അർബഉ കലിമാത്തിൻ നല്ല പലക്കത്തിൽ പലക്കങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പലക്ക 4 കലിമത്ത് കയറ്റിക്കറ് 4 പലക്കം കയറ്റിക്കറ് ഏതല്ല സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ പലക്ക അതെന്റെ ആ 4 പലക്ക ഏറ്റവും ശ്രേഷ്ഠമാകുള്ള കാരണം ഈ 4 ദിക്റുങ്ങ വളരെ പ്രധാനപ്പെട്ട ദിക്റുകളായിട്ടിക്കറ് ഇത് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ಇದರ ಬಗ್ಗೆ ഈ 4 ദിക്റുകളെ ಬಗ್ಗೆ ചെമ്മ മഹത്വ ചൊന്നതായിട്ട് കാണുക ആ അത്രയും മഹത്വ ഉണ്ടാവുകയുള്ള കാരണ എന്തിനായിട്ട് അതിലൊരു പിന്നെ യുക്തി എന്തിരെ എന്ന ಬಗ್ಗೆ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നതായിട്ട് കാണ്ട് ഈ 4 ദിക്റുകൾ യഥാർത്ഥത്തിൽ വെറും അത് ചെറിയതായ രൂപത്തിലുള്ള വാക്യങ്ങൾ മാത്രമല്ല വലിയ ആശയങ്ങൾ മനുഷ്യ അറിയണായ ಅವನು യഥാർത്ഥ അള്ളാഹുടെ ಬಗ್ಗೆ ಅವನು മനസ്സിലാക്കുമ്പോൾ ಅವನು അറിയണായ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് ഈ ദിക്റുകളിലുള്ളേട്ടാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് കാരണം അള്ളാഹു താലയുടെ ഓർത്ത് മനസ്സിലാക്കുമ്പോൾ തഹ്ഖീഖുൽ ഖൗലി ഫീഹി അന്ന അഅ്ലമ മറാത്തിബി സവാബി ഹുവൽ ഇസ്തിഗ്റാഖു ഫീ മഅരിഫത്തില്ലാഹ് മനുഷ്യക്ക് ഏറ്റവും കൂലി കിട്ടിയ സംഗതി എന്താ അപ്പൊ അള്ളാഹു താലോട് ചോദിച്ച ബാക്കിയാത്തു സ്വാലിഹാത്ത് അതാണ് മനുഷ്യക്ക് കൂലി കിട്ടുകൂ ഫല കിട്ടുകൂ ഏറ്റവും നല്ലത് അതായിട്ടിട്ടാണ് അപ്പൊ ബാക്കിയാത്തു സ്വാലിഹാത്ത് എന്തിനായിട്ട് വ്യാഖ്യാനിച്ചു സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അപ്പൊ ഈ ദിക്റുകൾ സവാബ് കിട്ടുക ഏറ്റവും നല്ലതാണിട്ടല്ലേ അപ്പൊ പണ്ടേ അപ്പൊ എന്ത് ഈ സവാബ് കിട്ടുക നല്ലതാവും കാരണം ഗസാലി ഇമാം തങ്ങ ചൊല്ലു സവാബ് കിട്ടുന്ന കാര്യങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സവാബ് കിട്ടുന്ന മനുഷ്യകു അള്ളാഹുടെ മാരിഫത്തിലായിട്ട് മനുഷ്യ മുങ്ങുടെ ചൊല്ല പ്രവർത്തന ഇട്ടിക്കത് അവനുകു റിസൾട്ട് കിട്ടുന്നങ്ങനത്തെ വലിയൊരു കാര്യം മനുഷ്യക്ക് ഏറ്റവും വലിയ എൻജോയ്മെന്റും അതുപോലെ ആസ്വാദനയും അവന്റെ പരമമായ സുഖ കിട്ടുന്ന കാര്യം ചൊല്ലത് അള്ളാഹുടെ മാരിഫത്താണ് അള്ളാഹുടെ മാരിഫത്തിന് അപ്പുറത്തേക്ക് വേറൊരു അവനക്കൊരു ലക്ഷ്യവുമില്ല വേറൊരു സുഖ കിട്ടുന്നങ്ങനത്തെ ഒരു സംഗതിയുമില്ല അള്ളാഹുടെ അർത്ഥാക്കടെ അള്ളാഹുടെ മനസ്സിലാക്കടെ അള്ളാഹുടെ എൻജോയ് ആക്കടെ കാരണം അവന്റെ അത്ര ചന്തമില്ല അങ്ങനത്തെ ആറുമില്ലല്ലേ മനുഷ്യ എപ്പോഴും ആസ്വദിക്കരുത് ചന്തത്തായിട്ടിക്കരുത് അപ്പൊ അള്ളാഹുടെ അത്ര ചന്തമില്ലേ സൗന്ദര്യമില്ല അങ്ങനത്തെ ഒരു പിന്നെ അസ്തിത്വവും ഒരു മൗജൂദും ഇല്ല അപ്പൊ ആ മാരിഫത്ത് അള്ളാഹുടെ മാരിഫത്ത് കിട്ടലാണ് മനുഷ്യകുല്ലെ പരമമായിട്ടുള്ള ലക്ഷ്യം അപ്പൊ ഓർത്ത സുബ്ഹാനല്ലാ ഇപ്പൊ ഈ 4 ദിക്റുകളിൽ എങ്ങനെ അള്ളാഹുടെ മാരിഫത്ത് കിട്ടിയിട്ട് ഇമാം ഗസാലി തങ്ങ വിശദീകരിക്കട് ഫൈദാ ഖാല സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുമ്പോൾ അതിനർത്ഥം തങ്ങ ഈ സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കത്തിൽ തങ്ങ വിശദീകരിച്ചിരുന്നു സുബ്ഹാനല്ലാഹ് ചൊന്നെങ്കിൽ അള്ളാഹു തആല എല്ലാ നുക്സാനുകളിൽ നിന്ന് എല്ലാ ഐബുകളിൽ നിന്ന് അള്ളാഹു തആല മുക്തനായിട്ടിക്കറ
പരിശുദ്ധനായിട്ടിക്കറ, അള്ളാഹു താലകു ഒരു കൊറത്തയുമില്ല എന്നായിട്ടിക്കറത് അർത്ഥ. അപ്പൊ ഓർത്ത സുബ്ഹാനല്ലാ എന്ന് അതിൽ അർത്ഥം മനസ്സിലാക്കിയിട്ട് ചൊല്ലുമ്പോ ഫഖദ് അറഫ കൗനഹു സുബ്ഹാനഹു മുനസ്സഹൻ അൻ കുല്ലി മാ ലാ യംബഗി. അള്ളാഹു താല അകറ്റില്ലാത്തങ്ങനത്തെ ഇക്കു പാടില്ലാത്തങ്ങനത്തെ എല്ലാ കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു താല പരിശുദ്ധനായിട്ടിക്കറ എന്നാണ് മനസ്സിലാക്കുക. അള്ളാഹു താല പരിപൂർണമായിട്ട് പരിശുദ്ധനായിട്ടിക്കറ, പവിത്രമായവനായിട്ടിക്കറ, ഒന്നും ഒരു കൊരത്തെ ഒരു പിന്നെ നെഗറ്റീവായിട്ടുള്ള ഒന്നും അള്ളാഹുൽ ഇല്ല എന്നാണ് മനസ്സിലാക്കുക. അപ്പോൾ ഒരു രൂപത്തിൽ അള്ളാഹുനാണ് മനസ്സിലാക്കിയ. ഇനി നെക്സ്റ്റ് ദിക്റായിട്ടുള്ള അൽഹംദുലില്ലാഹ് ചൊല്ലുമ്പോൾ അവನು അള്ളാഹുടെ പിന്നൊരൂപത്തിലാണ് അവൻ അർത്ഥാക്കുക. അൽഹംദുലില്ലാ അതിനർത്ഥം നമ്മൾ ചൊല്ലുന്ന അൽഹംദുലില്ലാ ചൊന്നെങ്കിൽ എല്ലാ പ്രശംസയും അള്ളാഹു കേട്ടിക്കരുത്. അപ്പൊ ഫഖദ് അഖറ ബി അന്നൽ ഹഖ് സുബ്ഹാനഹു മഅ കൗനിഹി മുനസ്സഹൻ അൻ കുല്ലി മാ ലാ യംബഗി ഫഹുവൽ മബ്ദഉ ലിഇഫാദത്തി കുല്ലി മാ യംബഗി. അൽഹംദുലില്ലാ ചൊല്ലുമ്പോ മുഅ്മിനായവನು മനസ്സിലാക്കണമെന്നേ അള്ളാഹു തആല പിന്നെ എല്ലാ പിന്നെ അപരിപൂർണതകളിൽ നിന്ന്, എല്ലാ കൊറത്തകളിൽ നിന്ന് അവന് മുക്തനായതുപോലെ എല്ലാ കമാലിയാത്തും അവನು കൊണ്ടു പരിപൂർണമാവൂ. ഒരു അസ്തിത്വ ഒരു സംഗതി പൂർണ്ണമാവുക എന്തെല്ലാം ആവശ്യമുണ്ട് അതെല്ലാം അള്ളാഹു കൊണ്ടു എന്നാണ് അവൻ മനസ്സിലാക്കണേ. അള്ളാഹു പിന്നെ കമാല്, എല്ലാ കമാലും തണ്ടോണു അള്ളാഹു ആയിട്ടിക്കറ. എല്ലാ കമാല് ഏതൊരു സൃഷ്ടിക്ക് ഒരു കമാലിയത്ത് പരിപൂർണത്തെ വേണുണ്ടായെങ്കിൽ അത് അള്ളാഹുവാണ് തണ്ടേ. ആ നിലക്ക് അവൻ എല്ലാ പ്രശംസക്കും അവനാണ് അർഹനായോണു. ഓരോ ഞങ്ങൾ വ്യക്തികളിൽ ഞങ്ങൾ ചിന്തിച്ച് നോക്കിയെങ്കിൽ ഞങ്ങൾ മനസ്സിലാവുള്ളൂ ഞങ്ങൾക്കു തന്ന അള്ളാഹു താല തന്ന കമാലിയത്തുങ്ങ രണ്ട് കണ്ണുങ്ങ യഥാർത്ഥത്തിൽ ഒരു കമാലിന്റെ ഭാഗമാണ്, കമാലിയത്ര ഭാഗമാണ്. അള്ളാഹു താല ഞങ്ങൾക്ക് തന്നങ്ങനത്തെ ഒരു 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 ഞാമത്ത് അല്ലെങ്കിൽ ഞങ്ങളെ പരിപൂർണത്തെ ആക്കുകുബേനായിട്ടാണ് അള്ളാഹു താല രണ്ട് കണ്ണ് തന്നെ. ഒരു കണ്ണ് തന്നെങ്കിൽ നിങ്ങൾ നോക്കൂ, ഒരു കണ്ണ് മനുഷ്യക്ക് മാത്രം ഇന്നിട്ടായെങ്കിൽ അവന്റെ ദൃഷ്ടി പരിപൂർണാവലന്ത് അല്ലേ. നീ സാധാരണ ഒരു കണ്ണ് ഞങ്ങൾ പിന്നെ മുച്ചിട്ട് ഞങ്ങൾ നോക്കിയിട്ടായെങ്കിൽ ഞങ്ങൾക്ക് ഈ ഞങ്ങളെ ദൃഷ്ടി അതൊരു പൂർണ്ണമായ രൂപത്തിൽ കാണില്ല, ഒരു പാതി രൂപത്തിലാണ് ഞങ്ങൾക്ക് കാണില്ല. അപ്പൊ രണ്ട് കണ്ണിക്കിടെ ചൊല്ലത് മനുഷ്യകു ഒരു പരിപൂർണത്തായിട്ടിക്കത്. അതേപോലെ രണ്ട് കാതിക്കിടെ ചൊല്ലത് മനുഷ്യക്ക് പരിപൂർണത്തായിട്ടിക്കത്. എല്ലാം അള്ളാഹു താല ഞങ്ങളിൽ പഠിച്ച് ഞങ്ങളെ സ്വന്തത്തിലെ ഞങ്ങൾ തിങ്കാക്കി കൊന്തോട് രണ്ട് കൈ രണ്ട് കാലാവട്ടെ ഇതെല്ലാം ഈ അള്ളാഹു താല പടച്ചതല്ലാത്ത രൂപത്തിൽ ഞങ്ങൾ ഒന്ന് തിങ്കാക്കിയെങ്കിൽ ഞങ്ങൾക്ക് അർത്ഥമാവും ഇതെല്ലാം കമാലിയത്തുകളാണ് അള്ളാഹു താല ഞങ്ങൾക്ക് തന്നെ ഞങ്ങളെ പരിപൂർണമാക്കുക അള്ളാഹു താല തന്നങ്ങനത്തെ കാര്യമായിട്ടിക്കറ്. അത് ഫിസിക്കലായിട്ട് തിങ്കാക്കുമ്പോ അങ്ങനെ. ഇനി അതല്ലാത്ത അള്ളാഹു താല പിന്നെ ഫിസിക്കൽ അല്ലാണ്ട് മാനവീയായിട്ട് അല്ലെങ്കിൽ നമുക്ക് തന്നങ്ങനത്തെ ഈ ശാരീരികമല്ലാത്ത സംഗതികൾ ബുദ്ധി നമുക്ക് അള്ളാഹു താല തന്ന ബുദ്ധി അതെത്ര പരിപൂർണമായ സംഗതിയാണ്. ആ ബുദ്ധി കൊണ്ട് മനുഷ്യ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടാക്കിയിട്ടുള്ള. അതുപോലെ പിന്നെ മനുഷ്യകു അള്ളാഹു താല തന്നങ്ങനത്തെ പല നിലക്കുള്ള ഭാവനകൾ പിർസ, അതുപോലെ കരുണ, കിർഫ, ഈ രൂപത്തിലുള്ള പല മാനസികമായിട്ടുള്ള മനുഷ്യരുടെ മനസ്സിലെ പല ഭാവനകൾ ഇതെല്ലാം ഇല്ലെങ്കിൽ ലോകം ഒരിക്കലും നിലനിൽക്കാലാന്ത് മനുഷ്യകു ഒരു സുഗമമായിട്ടുള്ള ജീവന മനുഷ്യകു കിട്ടാലാന്ത്. അപ്പൊ ഇതെല്ലാം അള്ളാഹു താല ഞങ്ങളെ പരിപൂർണമാക്കുക അള്ളാഹു താല തന്നതാണ്. അങ്ങനെ ഓരോ സൃഷ്ടിയുടെയും പരിപൂർണമാക്കുക, അതിനെ സമ്പൂർണമാക്കുക, അതിനെ ഐബുകളിൽ നിന്ന് മുക്തമാക്കുക അള്ളാഹു താല പല നിലക്കുള്ള ഞാമത്തിന് കൊടുത്തത്. അപ്പൊ ആ നിലക്ക് അൽഹംദുലില്ലാ അള്ളാഹു താല സ്വന്തത്തിൽ കാമിലിട്ട് മാത്രല്ല സുബ്ഹാനല്ലാ ചൊല്ലും അങ്ങനെയാണ് മനസ്സിലാക്കടേ എന്നേ അവನು സ്വന്തത്തിൽ കാമിലായിട്ടാണ്. അവನು സ്വന്തത്തിൽ കാമില് മാത്രല്ല മുക്കമ്മിൽ കൂടിയാണ്. മുക്കമ്മിൽ ചൊന്നി ബേരങ്ങു കമാൽ ഉണ്ടാക്കണവನು കൂടിയിട്ടിക്കറ. ആ നിലക്ക് അൽഹംദുലില്ലാ എന്നിട്ടാണ് ചൊല്ല്. അപ്പൊ രണ്ട് നിലക്ക് അള്ളാഹുടെ മനസ്സിലാക്കുക സുബ്ഹാനല്ലാ ചൊല്ലുമ്പോ അങ്ങനെ, അൽഹംദുലില്ലാ ചൊല്ലുമ്പോ ഇങ്ങനെ. ഇനി നെക്സ്റ്റ് ദിക്റായിട്ടുള്ളേ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലുമ്പോ അബ്ദായോണു മുഅ്മിനായോണു എന്തൊരു മനസ്സിലാക്കണം. ഇമാം ഗസാലി തങ്ങൾ ചൊല്ലു വലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലുമ്പോ ഫഖദ് അഖറ بأن الذي تنزه عن كل ما لا ينبغي فهو المبدأ لكل ما ينبغي وليس في الوجود موجود هكذا إلا الواحد. അപ്പൊ ഈ രൂപത്തില് പരിപൂർണമായ നിലക്ക് കാമിലായ എല്ലാ നിലക്കും മുക്കമ്മിലായിട്ടുള്ള ഒരു അസ്തിത്വ ഒരു മൗജൂദ് അത് അള്ളാഹു അല്ലാണ്ട് വേറൊന്നുമില്ല
എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലുമ്പോൾ ഒരു മുഅ്മിന് ചൊല്ലത്. ഇലാഹ് ആയവണ് അള്ളാഹു മാത്രമാണ് ചൊന്നെങ്കിൽ, ഇലാഹ് ചൊന്നെങ്കിൽ അവന് ഈ രൂപത്തിലുള്ളവനാണ്, അവന് സ്വന്തത്തിൽ കാമിലേറ്റിക്കോണം, ബാക്കിയുള്ള കമാൽ ഉണ്ടാക്കി കൊടുക്കുന്നവനായിട്ടിക്കോണം. അങ്ങനത്തെ ഒരാൾ ഇലാഹായിട്ടുള്ളവനും അള്ളാഹു അല്ലാണ്ട് വേറൊന്നുമില്ലാണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലും അംഗീകരിക്കുന്നത്. അപ്പോൾ അള്ളാഹുടെ ഏകത്വം ഈ ഇങ്ങനൊരു സുബ്ഹാനല്ലാ അൽഹംദുലില്ലാ എന്ന ഒരു കാര്യത്തിക്ക് അർഹനായവൻ അള്ളാഹു മാത്രമാണിട്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലുമ്പോ ചൊല്ല്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലുമ്പോ അങ്ങനെ ഒരു മാരിഫത്ത് കിട്ടും. പിന്നെ അള്ളാഹു അക്ബർ ഇട്ടാണ് പിന്നെ നെക്സ്റ്റ് ചൊല്ലേ. അത് ചൊല്ലുമ്പോ അബുദായോണും എന്തിനാണ് മനസ്സിലാക്കടേ, മാനാഹു അന്നഹു അക്ബറു വ അഅ്ളമു മിൻ അൻ യസ്ലൽ അഖ്ലു ഇലാ കുൻഹി കിബ്രിയാഇഹി വ ജലാലിഹി. അള്ളാഹു അക്ബർ ചൊന്നെങ്കിൽ അർത്ഥം എന്തേ, അള്ളാഹു വലിയവനുണ്ടല്ലേ അർത്ഥം, അള്ളാഹു ആണ് ഏറ്റവും വലിയവനും ചൊന്നെങ്കിൽ അതിനർത്ഥം. അപ്പൊ അബുദായോണ് മനസ്സിലാക്കണോ എന്തേ, ഇതുവരെ ഞാൻ അള്ളാഹുടെ ഇങ്ങനെ മനസ്സിലാക്കി വന്നെ സുബ്ഹാനല്ലാഹ് ചൊല്ലുമ്പോൾ ഒരു നിലക്ക് അർത്ഥാക്കിയ, അൽഹംദുലില്ലാ ചൊല്ലുമ്പോൾ പിന്നൊരു നിലക്ക് അർത്ഥാക്കിയ, അള്ളാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോൾ പിന്നൊരു രൂപത്തിലുള്ള അർത്ഥാക്കലാണ് ഉണ്ടായത്. ഈ രൂപത്തിലല്ല ഞാൻ അള്ളാഹുടെ അർത്ഥാക്കിയത്, നന്റെ ബുദ്ധി കൊണ്ട് അർത്ഥാക്കിയത്. ഇത്ര മാത്രല്ല അള്ളാഹുല്ല, അള്ളാഹു അക്ബർ, ഇതിരക്കാണ് അപ്പറാണ് അള്ളാഹു താല. നന്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കണതിരക്കാണ് അപ്പറേറ്റിക്കർ അള്ളാഹു താല. എത്രേ മനസ്സിലാക്കിയെങ്കിൽ മഹാന്മാർ പഠിപ്പാട്ടാറ് അള്ളാഹുടെ നിങ്ങ എന്താണോ നിങ്ങ അർത്ഥാക്കടേ അതിരക്കാണ് അപ്പറേറ്റിക്കറൻ. ഏത് വിഷയത്തിലും അള്ളാഹുടെ നിങ്ങൾ എന്തൊരു രൂപത്തിൽ അർത്ഥാക്കിയെങ്കും അള്ളാഹു താല അതിൽ അപ്പറേറ്റിക്കറ, നിങ്ങളെ ബുദ്ധിരക്കാണ് അപ്പറാണ് അള്ളാഹു എന്ന് അംഗീകരിക്കലായിട്ടിക്കർ അള്ളാഹു അക്ബർ എന്ന് ചൊല്ലുമ്പോൾ. അപ്പൊ ഈ ദിക്ർ യഥാർത്ഥത്തിൽ അള്ളാഹുടെ മാരിഫത്തിലെ ഒരു പിന്നെ സൂത്രവാക്യം ഞാൻ ചൊല്ലും പോലത്തെ ദിക്റുകളാണ്. അതിലെ ഒരു പിന്നെ ചെറിയ രൂപത്തിൽ അതിലൊരു മത്തിനായിട്ട് ചൊല്ലും പോലത്തെ ദിക്റായിട്ടിക്കർ അള്ളാഹുടെ ഇടീ മാരിഫത്ത് ഔലിയാക്കന്മാർക്കെല്ലാം കിട്ടങ്ങനത്തെ വലിയ മാരിഫത്തുണ്ടല്ലോ അള്ളാഹുടെ ബഗ്യുള്ള അറിവുങ്ങ. ആ അറിവുങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടെങ്കിൽ ഈ ദിക്റുകൾ ഒരുമിച്ച് കൂടുക. അതുകൊണ്ടിട്ടാണ് ഇതിന്റെ ബഗ്യ അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്നെന്തും ബാക്കിയാവുടെ രൂപത്തിലുള്ള സത്കർമ്മ എന്ന് മഹാന്മാർ ചൊന്നരേട്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നതായിട്ട് കാണുന്നു. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ, സവാബ് കിട്ടുക ഏറ്റവും നല്ലതായ സംഗതി ബാഖിയാത്തു സ്വാലിഹാത്ത് ഏറ്റിക്കർ. ഖൈറുൻ അമല, പ്രതീക്ഷിക്കുക ഏറ്റവും നല്ല കാര്യം അതേറ്റിക്കർ. അപ്പൊ ദുനിയാവുടെ നിസ്സാരതര ബഗ്ഗെയാണ് ഇതുവരെ അള്ളാഹു താല വിശദീകരിച്ചുകൊണ്ട് വന്നേ. ഇനി അത് ചൊന്നിട്ട് അള്ളാഹു താല ഖിയാമത്ത് നാളിന്റെ അഹ്വാലുങ്ങ, ഖിയാമത്ത് നാൾ മുട്ടാവുമ്പോ നടക്കണങ്ങനത്തെ പല മനുഷ്യരുടെ വെപ്രാളപ്പെടുത്തണങ്ങനത്തെ മനുഷ്യരുടെ വലിയ അമ്പരപ്പലാക്കണങ്ങനത്തെ കാര്യങ്ങൾ ഇട്ടിക്കർ അള്ളാഹു താല ഇനി വിശദീകരിക്കല്. വയൗമനുസയ്യിറുൽ ജിബാൽ വതറൽ അർള ബാരിസതൻ വഹശർനാഹും ഫലം നുഗാദിർ മിൻഹും അഹദാ. വയൗമനുസയ്യിറുൽ ജിബാൽ, പർവ്വതങ്ങളെ ഞങ്ങ സഞ്ചരിപ്പിക്കണങ്ങനത്തെ ആ ഒരു നാല് നബിയ നാളുടെ നിങ്ങൊന്ന് നെനപ്പാക്കൊരു, മനുഷ്യന്മാർക്ക് നെനപ്പാക്കി കൊടുക്കൊരു. ഗുഡ്ഡങ്ങളെ പർവ്വതങ്ങളെ ഞങ്ങ സഞ്ചരിപ്പിക്കട, അതെല്ലാം ഇങ്ങനെ സഞ്ചാരാക്കട രൂപത്തിൽ, അതെല്ലാം ഇങ്ങനെ അപ്പറിപ്പറ മൂവ്മെന്റ് ആവുടെ രൂപത്തിൽ ഞങ്ങ ആക്കിട. അല്ലെ ഇവിടെ ഭൂമി ലോകത്തിൽ ഏറ്റവും വലിയ ഞങ്ങൾക്ക് പന്തുപാട്ടൊക്കെ ഭാരി കഷ്ട പോലത്തെ കാര്യമായിട്ടുള്ള സംഗതികളാണ് പർവ്വതങ്ങ ഗുഡ്ഡങ്ങ. ബാക്കിയെല്ലാം മനുഷ്യന്മാർ അപ്പറ ഇപ്പറെല്ലാം ഇട്ടിട്ടെല്ലാം എന്തെല്ലാം ആക്കിടാറ്, മരം കാണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കിടാറ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മൂവ്മെന്റ് ആക്കോട്, മൂവ്മെന്റ് ആക്കാത്ത അല്ലെ സാധാരണ ഗട്ടിത്തനത്തിക്ക് ഉദാഹരണമായിട്ട് ചൊല്ലമേ പർവ്വത്താണ്. പർവ്വത സമാനമായിട്ടുള്ള ആളുണ്ടല്ലോ ചിലപ്പോൾ ചൊല്ല, അതർത്ഥ അത്രയും ആൾ ഗട്ടിയിട്ടാണ് അർത്ഥം. ആ പർവ്വതങ്ങളെ നിങ്ങ അള്ളാഹു താല ചൊല്ല, നിങ്ങ വലിയ ഗട്ടി ആയിട്ട് ഒരിക്കലും പന്തുപാട്ടൊക്കെ ആവാത്തങ്ങനത്തെ സംഗതിയായിട്ട് നിങ്ങൾ കാണങ്ങനത്തെ ഗുഡ്ഡങ്ങ പർവ്വതങ്ങളെ പോലും ഞങ്ങൾ ആടുപാട്ടിട്ട് അതിനെ മൂവ്മെന്റ് ആക്കണങ്ങനത്തെ ഒരു നാളുണ്ട്. എന്നിട്ട് മൂവ്മെന്റ് ആയിട്ട് അത് ഇങ്ങനെ പാർലമെന്റ് മാത്രല്ല ഫതസീറു ഹബാ മുംബസ്സ, അതെല്ലാം പൊടി പൊടിയാവുണ്ടാണ്. അത് വേറെ ആയത്തിൽ അള്ളാഹു താല ചൊന്നറാവ്. പിന്നെന്തിരെ ബുസ്സത്തിൽ ജിബാലു ബസ്സ, പർവ്വതങ്ങളിലെ പൊടി പൊടിയാവുടങ്ങനത്തെ ഒരു നാല്. വയസ്അലൂനക അനിൽ ജിബാലി ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫാ. ഓ നബിയെ നിങ്ങളട്ട ഗുഡ്ഡയുടെ വിഷയത്തിൽ അങ്ങ് കേക്കിടാറ്, നിങ്ങളുടെ പ്രശ്നമാക്കുവാർ ഈ ഗുഡ്ഡങ്ങൾ എന്തരാവുണ്ട് ഇത്ര ഗട്ടിയുണ്ടല്ലേ,
ഇതെല്ലാം അവർക്ക് നശിച്ചു പോണ്ട് ഒക്കാണ്ടല്ല ചിലപ്പോൾ നിങ്ങളുടെ സംശയം കേൾക്കുവാറ്. ഫഖുൽ നബിയെ, നിങ്ങൾ പ്രഖ്യാപിക്കറു യൻസിഫുഹാ റബ്ബി നസ്ഫ, നന്റെ റബ്ബ് അതിരെല്ലാം ഒരു നാല് പൊടി പൊടിയാക്കട. ഫയദറുഹാ ഖാഅൻ സഫ്സഫ, ഭൂമിയെല്ലാം ഒരു നിരപ്പായ മൈതാന പോലെ അവിടെ അങ്ങനത്തെ ഒരു നാല് ബണ്ട്. ലാ തറാ ഫിഹാ ഇവജം വല അംത, ഈ ഭൂമിയിൽ ഒരു പിന്നെ ഇലിജാറുങ്ങമ അല്ലെങ്കിൽ മേലുല്ലങ്ങനത്തെ ജാഗമ ഒന്നുമില്ലാത്ത രൂപത്തിൽ കംപ്ലീറ്റ് നിരപ്പാവുടെ രൂപത്തിൽ ഒരു നാല് ബണ്ട്. ഉബുസ്സത്തിൽ ജിബാലു ബസ്സ ഫകാനത്ത് ഹബാ മുംബസ്സ, ജിബാലിങ്ങ പർവ്വതങ്ങ പൊടി പൊടിയാവുടങ്ങനത്തെ നാല്, എന്നിട്ട് അതെല്ലാം ധൂളായി പോണ്ടങ്ങനത്തെ ഒരു നാല് ബണ്ട്. അപ്പൊ ആ ഒരു കാര്യമാണ് അള്ളാഹു താല ചൊല്ലുകൂടെ ഒയൗമ നുസയ്യിറുൽ ജിബാൽ, പർവ്വതങ്ങളെ നങ്ങ സഞ്ചരിപ്പിക്കടങ്ങനത്തെ നാല്. ആ നാളുടെ നബിയെ അങ്ങ് ನೆನಪಾക്കി കൊടുക്കൂರು. ಆದರೆ ಅಪರ ಇಪರ ಆಡುಬಾಟಂಗಂತ ಅಪರ ಇಪರ ಕುಂಪುಂಡಂಗಂತ ഒരു നാളുടെ നബിയെ നിങ്ങൾ അങ്ങ് ನೆನಪಾക്കി കൊടുക്കൂರು. പിന്നെന്തരാവുಡು ഒത്തറല്ല ബാരിസ, ഭൂമിയുടെ അണ്ട് നിങ്ങു നല്ല വെളിവായ രൂപത്തിൽ വ്യക്തമായ സ്പഷ്ടമായ രൂപത്തിൽ കാണുകaudu. ഇപ്പ ഒരു ഭൂമിയുടെ ഒരു മുഖത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ഭൂമിയുടെ എല്ലാ ജാഗങ്ങ ഇങ്ങനെ സ്പഷ്ടമായിട്ട് കാണില്ലേ. മറങ്ങ അഡ്ഡ ഉണ്ടു, ഗുഡ്ഡങ്ങ അഡ്ഡ ഉണ്ടു, പല അഡ്ഡ അഡ്ഡ അഡ്ഡങ്ങ ഉണ്ടു. ആ നാലുണ്ട് ഒരു അഡ്ഡ ഇക്കില്ല. എല്ലാ ഭൂമിയുടെ എല്ലാ ജാഗവും നിരപ്പായിട്ട് ഇങ്ങനെ കാണുകaudu രൂപത്തിൽ മട്ടായിട്ട് ഇങ്ങനെ ഭൂമി കാണുകaudu. ഒത്തറല്ല ബാരിസ ലാഹിറത്തൻ ലൈസ അലൈഹാ ഷൈഉം മിൻ ജബലിൻ വലാ ഗൈരിഹി, ഭൂമിയുടെ വ്യക്തമായിട്ട് കാണങ്ങനത്തെ ഒരു നാല്, നിരപ്പായിട്ട് കാണങ്ങനത്തെ നാല്, അതിന് മേല് ഒരു ഗുഡ്ഡമ ഒരു മറമ ഒന്നുമില്ലാത്തൊരു നാല്, അങ്ങനത്തെ ഒരു നാല് ബറകുണ്ട് നബിയെ. ആ നാളുടെ നിനപ്പാക്കി കൊടുക്കും മനുഷ്യന്മാർക്ക്. വഹശർനാഹും, എന്നിട്ട് അങ്ങനെ നങ്ങ ഒരുമിച്ച് കൂട്ട, അങ്ങനെല്ലാരും അസംബ്ലി വിളിക്കിടന്നങ്ങ അണ്ടൊരു അസംബ്ലി മനുഷ്യന്മാർ ഇടീ ലോകത്തിൽ ആദം നബി അലൈഹിസ്സലാം പിടിച്ചിട്ട് അവസാന കാലഘട്ടം വരെ വന്നങ്ങനത്തെ എല്ലാ മനുഷ്യന്മാരും ഒരു അസംബ്ലി, വലിയ അസംബ്ലി നടക്കുകൊണ്ടു. മുഅ്മിനീങ്ങ കാഫിരീങ്ങ എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടാറ്. ഫലം നുഗാദിർ മിൻഹും അഹദാ, അങ്ങനെ നിന്ന് ഒരേ ഒരു കുഞ്ഞിനെ ഞങ്ങൾ കണ്ടുപിടില്ലേ, ഒരാളുടെയും പണ്ട് ഞങ്ങൾ ആ അസംബ്ലിയിൽ പങ്കെടുക്കാണ്ട് ആ അസംബ്ലിയിൽ ഭാഗവഹിച്ചാണ്ട് ഒരാളുടെയും ഞങ്ങൾ വിടില്ല. ദുനിയാവിടെ ആരെങ്കിലും ഒരു അസംബ്ലിയാ അല്ലെങ്കിൽ വലിയൊരു സമ്മേളനമാ എന്തെങ്കിലും ഒന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ തപ്പാട്ടങ്ങനത്തെ ആൾമാരിക്കുവാറ്. അള്ളാഹുടെ സമ്മേളനത്തിൽ അള്ളാഹു താല ആഖിറത്തിൽ വെച്ചങ്ങനത്തെ ആ സമ്മേളനത്തിൽ തപ്പാട്ടൊക്കെ ഒരു മനുഷ്യർ കൊണ്ട് സാധ്യമില്ല. അങ്ങനെ തടിരങ്ങ ദൂറാക്ക് പ്രയത്നാക്കിയെങ്കും തടി ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ പോണ്ടുണ്ടാണ്. അള്ളാഹു താല വേറെ ആയത്തുങ്ങല്ല പഠിപ്പാട്ടെ. തടിയണ്ട് മനുഷ്യന്മാർ ചൊന്ന പോലെ കേൾക്കല്ലേ, തടിയണ്ട് അള്ളാഹുടെ ബിലിക്കാണ് എൻ്റെ എല്ലാം പോണ്ടേ. കാരണം അവനുണ്ട് മാലിക് യൗമിദ്ദീൻ, ആ നാളുടെ കംപ്ലീറ്റ് കൺട്രോൾ അവന്റെ കയ്യിലാണ് ഇക്കടെ. ആരെ ഒരു കൺട്രോളും ഒരാളെ കയ്യിലും നിൽക്കില്ല, എല്ലാ കൺട്രോളും അവന്റെ കയ്യിൽ ഇക്കടെ. അപ്പൊ തടിയല്ല ചൊന്ന പോലെ കേൾക്കില്ല, തടിയല്ല അള്ളാഹു ചൊന്ന പോലെ ഉണ്ട് കേക്കിട്. ഫലം നുഗാദിർ മിൻഹും അഹദാ, ഒരാളുടെയും ഞങ്ങൾ വിടില്ല. പിന്നെന്തരാവു വഉരിദു അലാ റബ്ബിക സഫാ, ആ മുഅ്മിനീങ്ങ കാഫിരീങ്ങ എല്ലാരും റബ്ബുടെ മുന്നലു അങ്ങ് പ്രത്യക്ഷമാവിടാറ്. സൊഫായിട്ട് പ്രത്യക്ഷമാവിടാറ്. എല്ലാരും സൊഫായ നിലക്ക് എല്ലാ സമുദായത്തെ ആൽമാർ ആദം നബിയുടെ പിടിച്ചിട്ട് അവസാന കാലഘട്ടം വരെ വന്ന മനുഷ്യന്മാരെല്ലാരും നല്ല സൊഫായിട്ട് നിക്കിടാറ്. അള്ളാഹുടെ മുന്നലു പ്രത്യക്ഷമാവിടാറ്, ഹാജരാവിടാറ്. അപ്പൊ അള്ളാഹു താല അങ്ങലിട്ട ചൊല്ലാ അല്ലെങ്കിൽ മലക്ക് അങ്ങലിട്ട ചൊല്ലാറ്, ലഖദ് ജിഅ്തുമൂനാ കമാ ഖലഖ്നാകും അവ്വല മർറ. അള്ളാഹു താല ചൊല്ലാ നിന്റെ അങ്ങലിട്ട ചൊല്ലാ, നിങ്ങളെന്നാണ് ഞങ്ങ ഫസ്റ്റിಗೆ പടച്ചതുപോലെ, നിങ്ങളെ ഫസ്റ്റ് പഠിച്ചിട്ട് നിങ്ങളെ ഓർക്ക ഞങ്ങൾ ഇങ്ങനെ സൊഫായിട്ട് നിപ്പാട്ടി അങ്ങനത്തെ ഒരു നാലിന് അണ്ട് പടച്ചതുപോലെ മെയിൻഡ് നിങ്ങൾ ഞങ്ങളെ മുട്ട വന്നിറാറ്. നിങ്ങളെ ഫസ്റ്റ് പഠിച്ചതുപോലെ ഉണ്ട് ഞങ്ങളെ മുട്ട വന്നിറാറ്. ഫസ്റ്റ് പടച്ച പോലെ എന്നെങ്കിൽ നിങ്ങളെ പടക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് നിങ്ങ നിങ്ങളെ നിങ്ങ നിങ്ങളെ മേല് ഡ്രസ്സുങ്ങ ഇല്ലാത്ത, നിങ്ങളെ കാലിൽ ചെറുപ്പുങ്ങ ഇല്ലാത്ത, നിങ്ങൾട്ടൊന്നുമില്ലാത്ത, നിങ്ങളെ കയ്യിൽ ഒരു സ്വത്ത് സമ്പത്ത ഒന്നുമില്ലാത്ത രൂപത്ത് കാലി എന്നാറല്ലേ നിങ്ങളെ പഠിച്ചപ്പ ഫസ്റ്റ് പഠിച്ചപ്പ, അല്ലെങ്കിൽ നിങ്ങളെ ഭൂമിക്ക് ഫസ്റ്റ് കിട്ടപ്പ ഉമ്മ നിങ്ങളെ പെത്തപ്പ അങ്ങനെയല്ലേ നിങ്ങൾ വന്നിര ഭൂമിക്ക്. ആ രൂപത്തിലുണ്ട് നാ നിങ്ങളെ ജമാവണയാക്കിരേ. നിങ്ങളെ കാലിൽ ചെറുപ്പില്ല, നിങ്ങളെ തടിയിൽ ഡ്രസ്സില്ല, എല്ലാരും നഗ്നമായ രൂപത്തിലാണ് ആ മഹ്ശറല് ഒരുമിച്ച് കൂടുരെ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ
അല്ല ആയിഷ ബീവി റളിയല്ലാഹു അൻഹു പിന്നെ റിപ്പോർട്ട് ആക്കുന്നതായിട്ട് കാണുന്ന നബി തങ്ങളുടെ അവർക്ക് കേട്ടു ഖുൽതു യാ റസൂലല്ലാഹ് കൈഫ യുഹ്ശറുൻ നാസു യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിന്റെ നബിയെ എങ്ങനെയാണ് മനുഷ്യന്മാരെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടുറേ നബി തങ്ങൾ ചൊന്തു ഉറാത്തൻ ഹുഫാത്തൻ നഗ്നമായിട്ട് കാലുകൾ ഒരു ചെറുപ്പന്തുമില്ലാത്ത രൂപത്തിലാണ് മനുഷ്യന്മാർ കാലി തടി മാത്രം കളിക്കടെ തടിയില് എക്സ്ട്രാ ആയിട്ട് ആഡ് ആയതൊന്നും ഇക്കില്ല അതെല്ലാം ഇല്ലാത്ത രൂപത്തിൽ മനുഷ്യന്മാർ അണ്ട് ഒരുമിച്ച് കൂട്ടപ്പെടാറ് അപ്പൊ ആയിഷ ബീവി ചൊന്തു കുൽത്തു വന്നിസ പെണ്ണിങ്ങും അങ്ങനെ മേക്കിടാറാ എന്ന് ആയിഷ ബീവി കേട്ടിട്ട് കാല നബി തങ്ങൾ ചൊന്തു വന്നിസ പെണ്ണിങ്ങും അതേപോലെ കിടാറ് കാലത്ത് കുൽത്തു യാ റസൂലല്ലാഹ് നസ്തഹി അപ്പൊ ആയിഷ ബീവി ചൊന്തു നബിയെ ഉണ്ട് പെണ്ണിങ്ങായ ഞങ്ങൾക്ക് ചെങ്കിയാവില്ലേ ഞങ്ങൾക്ക് ചങ്കിക്കിടല്ലേ എന്താ നഗ്നമായിട്ട് ഞങ്ങ അണ്ട് ഇക്കിടമാ മഹ്ശറത്തെ മൈതാനിൽ കാല നബി തങ്ങ ചൊന്തു യാ ആയിഷ അൽഅംറു അശദ്ദു മിൻ ദാലിക അൻ യുഹിമ്മഹും അൻ യൻളുറ ബഅദുഹും ഇലാ ബഅദിൻ കാര്യണ്ടത്തെ ഒരു സ്ഥിതി അശദ്ദു മിൻ ദാലിക അതിരക്കാണ് ഗംഭീരമായിട്ടിക്കറ് നീ ബിയാരിക്കടങ്ങനത്തെ അണ്ട് പെണ്ണിങ്ങളെ ഇങ്ങനെ നഗ്നമായിട്ട് പെണ്ണിങ്ങളെ നഗ്നമായിട്ട് നിന്റെ പരിപ്പറ ഔറത്ത് നോക്കില്ലേണ്ടല്ലേ ബിയാരിക്കടെ അതിര കാണ ഗംഭീരമായ സ്ഥിതിയാണ് അപ്പറ ഇപ്പറ ഓരോരുത്ത നോക്കട കാണ വലിയ ടെൻഷനാണ് ടെൻഷൻ ഇക്കടേ മനുഷ്യക്ക് ടെൻഷൻ പിടിച്ചെങ്ക അങ്ങനല്ലേ അവനക്ക് ചുറ്റുമുത്തൽ എന്തിനാ നടന്നോണ്ടി ഉണ്ടുണ്ട് കൊന്തിക്കല്ലേ അവന്റെ കണ്ണ് ചിലപ്പോ ഓപ്പണിക്കട് അവന് ഒന്നും കണ്ടോണ്ടിക്കല്ലേ മനുഷ്യ ഗംഭീരമായ അതിഗംഭീരമായ അവസ്ഥയിലാണ് അങ്ങനെ ഉണ്ടാവിടെ അല്ലെ ഒരു ആക്സിഡന്റ് ആയിട്ട് പെട്ടെന്ന് ഒരു നെട്ടലുണ്ടാവും മനുഷ്യക്ക് പിന്നെ അവന്റെ ചുറ്റുമുത്തൽ ആറുള്ളാറ് എന്തിനാ നടന്നോട്ടുണ്ട് എന്ന് പോലും മനുഷ്യ കൊന്താവില്ല ആ രൂപത്തിൽ വലിയ അതിഗംഭീരമായ ഇത്രത്തോളം മനുഷ്യ കാണാത്തങ്ങനത്തെ അഹുവാലുങ്ങ വലിയ ഭയാനകമായ അവസ്ഥകളാണ് മഹ്ശറത്തിൽ കാണേണ്ടത് ആ അവസ്ഥ കാണുമ്പോൾ ചുറ്റുമുത്തിൽ അബ്ബ ഉണ്ടാ ഉമ്മ ഉണ്ടാ ഗുർത്തില്ലേ പെണ്ണുണ്ടാ ആണുണ്ടാ ഒന്നും കാണില്ലേ ഔറത്താറെ കാണുകില്ലേ മനുഷ്യ ഇങ്ങനെ സൊഫായിട്ട് നിക്കടത് മാത്രാണ് ഇക്കടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ട് അതാണ് ഇവിടെ ചൊന്ന അല്ലാഹു തആല എന്തരെ വഉരിദു അലാ റബ്ബിക സഫ ലഖദ് ജിഅ്തുമൂനാ കമാ ഖലഖനാകും അവ്വല മറ ഫസ്റ്റ് നിങ്ങളെ പടച്ചപ്പ നിങ്ങൾ എങ്ങനെ ഇന്നാറാ അതേപോലെ ഉണ്ട് നിങ്ങൾ നണ്ട മുട്ട ബന്നറാറ് പക്ഷേ ബൽ സഅംതും അല്ലൻ നജഅല ലക്കും മൗഇദാ പക്ഷേ ഭൂമിയിൽ നിങ്ങൾ വാദിച്ചാർ എന്തരെ നിങ്ങൾക്ക് നാണൊരു വാഗ്ദാനാണ് ആക്കിയിട്ടില്ലാണ്ടാണ് നിങ്ങൾ വാദിച്ചേ നിങ്ങളെ പഠിച്ച ടൈമിൽ നിങ്ങളെ നാണ് ഒരുമിച്ച് കൂട്ടരെ നിങ്ങളിൽ നല്ല ആൾമാർക്ക് സ്വർഗ തണ്ട ബെടക്കാൾമാർക്ക് നരക്ക തണ്ട എന്ന രൂപത്തിലല്ല നിങ്ങൾക്ക് വാഗ്ദാനങ്ങ നിങ്ങൾക്കുള്ള വാഗ്ദാനങ്ങ നിങ്ങളെ അമ്പിയാക്കന്മാർ നിങ്ങൾക്ക് ഉറപ്പാക്കി തന്നാറ് അതെന്തും ഇല്ല എന്ന നിലക്കാണ് അതുക്ക് വിരുദ്ധമായിട്ടാണ് നിങ്ങൾ എല്ലാവരും പ്രവർത്തിച്ച് അതൊന്നും ഇല്ല എന്ന രൂപത്തിലാണ് നിങ്ങൾ ചൊന്നേ പക്ഷെ ഇണ്ട് നിങ്ങൾ ലൈവായിട്ട് കണ്ടോണ്ടുള്ളാറുതാ വാഗ്ദാന ആ അമ്പിയാക്കന്മാരെ നിങ്ങളിട്ട് ചൊന്നങ്ങനത്തെ വിഷയങ്ങളിലെ ഇണ്ട് സാക്ഷാത്കാരായത് അത് നടന്നുകൊണ്ടുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഉണ്ട് കണ്ടുകൊണ്ടുണ്ടല്ലേ ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا എന്നിട്ട് അള്ളാഹു താല ചൊല്ലുണ്ട് അവിടെ മഹ്ശറത്തെ ഒരു സീനാണ് അള്ളാഹു താല വിശദീകരിക്കുന്നത് എന്തിനാണ് അവിടെ ഉണ്ടാവിടെ കിതാബ് വെക്കപ്പെടു ഓരോരുത്തരെ കിതാബ് അണ്ട് പബ്ലിഷ് ആവുdu ഓരോരുത്തരെ ഡോക്യുമെന്റ്സ് അല്ലാണ്ട് പബ്ലിഷ് ആവുdu നല്ല ആൾമാരെ കിതാബുങ്ങ ബലത്തെ കയ്യിൽ കിട്ടു മുഅ്മിനീങ്ങളെ കിതാബ് ബലത്തെ കയ്യിൽ കിട്ടു കാഫിരിങ്ങളെ കിതാബ് ഇടത്ത കയ്യിൽ കിട്ടു ഓരോരുത്തരുടെ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് അണ്ട് വിതരണ ആവുdu അല്ലെ സാധാരണ കോളേജിലുള്ള സർട്ടിഫിക്കറ്റ് വിതരണ ആവുന്നതുപോലെ ഓരോരുത്തരെ മാർക്ക് ലിസ്റ്റ് അങ്ങനെ പെർഫോമൻസ് അതിരെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് എല്ലാവർക്കും കൊടുക്കപ്പെടും എന്നിട്ട് അൽ കിതാബു അതിന് നല്ല ആൾമാരല്ല ആ സർട്ടിഫിക്കറ്റ് കിട്ടിയ അങ്ങനെ ഡോക്യുമെന്റ്സ് പിടിച്ചിട്ട് അങ്ങ് നടക്കിടാറ് ഹാ ഉ കിതാബിയ ഓ മനുഷ്യന്മാർ നോക്കൂ നന്റെ സർട്ടിഫിക്കറ്റ് നോക്കൂ നാണാക്കി അങ്ങനത്തെ പ്രവർത്തനം എല്ലാം മക്ബൂലായിട്ട് കബൂലായിട്ട് ഇതാ അള്ളാഹു താല നക്ക് നല്ല മാർക്കിട്ടത് നോക്കൂ എന്ന് മുഅ്മിനീങ്ങ ചൊന്നു നടക്കിടാറ് അതേ ടൈമിൽ കാഫിരീങ്ങ അല്ലോ അങ്ങനെ ചൊല്ലാറ്
വാമ്മാമൻ നൂത്തിയ കിതാബഹു ബിഷിമാലി, കാഫിറായവണു അവണു അവന്റെ ഇടത്ത കയ്യിൽ കിതാബ് കിട്ടിയപ്പോ ഫയഖൂലു യാ ലൈതനി ലം മൂത്ത കിതാബിയ, നന്റെ ഈ കിതാബ് നക്ക് കിട്ടിയില്ലെങ്കിൽ എത്ര നല്ലെന്ത്, നന്റെ ഈ സർട്ടിഫിക്കറ്റ്, നന്റെ ഈ ഒരു ഡോക്യുമെന്റ്സ് നക്ക് കിട്ടില്ലെങ്കിൽ എത്ര നല്ലെന്ത്, വലം മദരിമാ ഹിസാബിയ, നന്റെ ഹിസാബ് ಎಂದ್ರಾವಡು എന്ന് നക്ക് ഗൊಂತಿಲ್ಲ ಅಂತಲ್ಲೇ, യാ ലൈതഹ കാനത്തിൽ ഖാദിയ മാ അഗ്ന അന്നി മാലിയ, നന്റെ മാലൊന്നും നന്റെ നന്റെ ഉപകാരത്തിക്ക് വന്നില്ലല്ലേ, നാണത്തെ മാ വലിയ ബിസിനസ്സിലെ സാമ്രാജ്യ കെട്ടി വെച്ചിന്ന്, അതൊന്നും ഇപ്പൊ നക്ക് ഉപകാരത്തിക്കില്ലല്ലേ, അതൊന്നും കൊടുത്തിട്ട് നക്കൂടെ രക്ഷപ്പെടുകില്ലല്ലേ. ഹലക അന്നി സുൽത്താനിയാ, നന്റെ അധികാരങ്ങ നക്കിന്നെ കൺട്രോലുങ്ങ എല്ലാം നശിച്ചു പോയിത്തല്ലേ, നന്റെ അധികാരമെല്ലാം നശിച്ചു പോയിത്തല്ലേ എന്ന് കാഫിറായവണ് ചൊല്ലുക. അതാണ് അൽ കിതാബ്, ആ കിതാബ് വെക്കപ്പെടു, കിതാബ് നൽകപ്പെടു. ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹി, അപ്പൊ അല്ലാഹു തആല ചൊല്ലുക, ഓ നബിയെ, ഫതറൽ മുജ്രിമീന, ഉണ്ട് കുറ്റവാളികളായിട്ടുള്ള തപ്പാക്കിയ മനുഷ്യന്മാരല്ല നിങ്ങൾ കാണുകയോട്. എങ്ങനെ കാണുകയോട്? മുജ്രിമീങ്ങളെ കാണുകയോട്. മുജ്രിമീൻ ചൊന്നെങ്കിൽ അൽ കാഫിരീൻ, കാഫിരീങ്ങളെ ദോഷാക്കിയങ്ങളെ നിങ്ങൾ കാണുകയോട്. മുഷ്ഫിഖീന മിമ്മാ ഫീഹി, ആ അങ്ങനെ കിതാബിലുള്ള കാര്യങ്ങളെ ಬಗ್ಗೆ പേടിച്ചതായ നിലക്ക് നിങ്ങൾ കാണുകയോട്. ആ കിതാബിലുള്ള കാര്യത്തെ ಬಗ್ಗೆ അങ്ങ് ഭയങ്കര ആതങ്കമുള്ള ആൾമാരായിട്ട്, പേടിയുള്ള ആൾമാരായിട്ട് അങ്ങ് കാണ്ടാറ്. വയഖൂലൂൻ, എന്നിട്ടങ്ങ് ചൊല്ലാറ്, യാ വൈലത്തന, ഞങ്ങളൊരു നാശമേ, മാലി ഹാദൽ കിതാബ്, ഈ കിതാബിന്റെ അവസ്ഥ എന്താണ്, ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറ, ഇതൊരു ചെറിയ ദോഷത്തെയും വിട്ടിട്ടില്ല, വലിയ ദോഷത്തെയും വിടാണ്ട്, ഒന്നും വിടാണ്ട് ഇതിലുണ്ടല്ലേ, ഇല്ല അഹ്സാഹ, എല്ലാം കൃത്യമാക്കിയിട്ട് ഇതിലുണ്ടല്ലേ, ഒന്നും വിടാണ്ട് ഇതിലുണ്ടല്ലേ എന്ന് ചൊല്ലാറ്. വജദു മാ അമിലു ഹാദിറ, അങ്ങ് പ്രവർത്തിച്ചതെല്ലാം ഉണ്ട് അങ്ങനെ കിതാബിലു ലൈവായിട്ട് അങ്ങ് കാണ്ടാറ്, അങ്ങനെ ഡോക്യുമെന്റ്സിൽ അങ്ങനെ സ്ക്രീനിൽ ലൈവായിട്ട് അങ്ങ് കാണ്ടാറ്. വലാ യദ്ലിമു റബ്ബുക അഹദാ, നിങ്ങളെ റബ്ബ് ഒന്നും അല്ലാഹു താല ആക്രമിച്ചിട്ടില്ല, അല്ലാഹു താല ലുൽമൻ നിലക്കൊന്നും ആറ് പേരിൽ എഴുതി വെച്ചിട്ടില്ല, അന്യായമായിട്ട് അല്ലാഹു താല ആർക്കും ആക്കാല, ആർക്കും അന്യായമായിട്ട് ആരും അല്ലാഹു താല ശിക്ഷിക്കാല, ആ ഒരു മുഅ്മിന്റെ സവാബും അല്ലാഹു താല വെറുതെക്ക് കൊറടിയാക്കില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് മഹ്ശറിലിക്കരണ്ട് അല്ലാഹു താല വിശദീകരിച്ചുകൊണ്ട്. അല്ലാഹു താല മഹ്ശറത്തെ വെപ്രാളങ്ങളിൽ നിന്ന് അല്ലാഹു താല ഞങ്ങളെ ബച്ചാവാക്കട്ട്. മുഅ്മിനീങ്ങളെ കൂട്ടത്തില് ബൽത്ത കയ്യിൽ കിതാബ് കിട്ടങ്ങനത്തെ മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു താല ഞങ്ങളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.